വെങ്ങോല മുടപ്ലാപ്ലി തൃക്ക ക്ഷേത്രത്തിലെ തിരുവുത്സവം ദശാവതാരം ചന്ദനം ചാർത്തലിനും തുടക്കമായിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചാമുണ്ഡി ദേവിക്ക് പൊങ്കാല സമർപ്പണത്തോടു കൂടി തന്നെയാണ് ഇവിടെ തിരുവുത്സവം ആരംഭിക്കുന്നത്. ഇന്ന് ഒന്നാം ദിവസമാണ്. ഇന്ന് ഇവിടെ പൊങ്കാല സമർപ്പണം നടക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അമ്മ സ്ഥിരം ഇവിടെ പൊങ്കാല ഇടുന്നതാണോ? എല്ലാ വർഷവും പൊങ്കാല തുടങ്ങിയ കാലം മുതലേ ഞങ്ങൾ പൊങ്കാല ഇടും. എല്ലാ ഐശ്വര്യവും ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും തൃപ്തിയാണ് ഞങ്ങൾക്ക് ഇത് പൊങ്കാല ഇടാൻ വന്നാൽ. നമുക്ക് ഒരു ഉത്സവം പോലെയാണ് പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഒരു 10 ദിവസം ഇവിടെ അവതാരവും അത് നമ്മൾ ഉത്സവം പോലെ നമ്മൾ കൊണ്ടാടുന്നതാണ് ഇവിടെ. ഞാനിപ്പോൾ 6 വർഷമായി തുടങ്ങിയിട്ട് രണ്ടാമത്തെ തവണ ഇടുന്നത്. രണ്ട് പ്രാവശ്യം വരാൻ പറ്റിയിരുന്നു. എങ്ങനെയുണ്ട്? നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്, നല്ലൊരു അനുഭവമാണ്. എല്ലാ കൊല്ലം ആ വർഷം വരുമ്പോൾ ഞങ്ങൾക്കൊരു ആവേശമാണ് പൊങ്കാല ഇടണം. അതന്നെ. ഇവിടെ അടുത്തുള്ളതാണ്? തൊട്ടടുത്തുള്ളതാണ്. ഞാനും എല്ലാ കൊല്ലം 6 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. നല്ലൊരു അനുഭവമാണ്. ശരിക്കും നമുക്കൊരു സന്തോഷമാണ്. ഈ സമയം ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. തുടർച്ചയായിട്ട് എല്ലാ കൊല്ലം ഉണ്ട്. വെങ്ങോല മുടപ്ലാപ്പള്ളി തൃക്ക ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവവും ദശാവതാരം ചന്ദനം ചാർത്തും വിപുലമായ പരിപാടികളോടെയാണ് നടത്തുന്നത്. ചാമുണ്ഡി ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചതോടെ 2026 ഏപ്രിൽ 1 മുതൽ 12 വരെ നടക്കുന്ന തിരുവുത്സവത്തിന് തുടക്കം കുറിച്ചു. രാവിലെ പതിവ് പൂജകൾക്ക് ശേഷമാണ് പൊങ്കാല സമർപ്പണം നടന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാലയിൽ പങ്കുചേർന്നത്. പൊള്ളുന്ന വെയിലിനെ പോലും വകവയ്ക്കാതെയാണ് ഭക്തർ പൊങ്കാലയിട്ടത്. തുടർച്ചയായ 6ാമത്തെ വർഷമാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നതെന്നും 12-ാം തീയതി വരെ നടക്കുന്ന ക്ഷേത്രം തിരുവുത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നും ക്ഷേത്രം പ്രസിഡന്റ് അനൂപ്, സെക്രട്ടറി സുരേഷ്, ട്രഷറർ ജ്യോതിഷ്, ഉപദേശക സമിതി അംഗങ്ങളായ തമ്പി, അനിൽകുമാർ, സന്തോഷ് എന്നിവർ അറിയിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ പത്നി സമേതനായിട്ട് കുടികൊള്ളുന്ന കേരളത്തിലെ ചുരുക്കം ജലക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇതിനോടുകൂടി ചാമുണ്ഡി ദേവിയുടെ അനുഗ്രഹവുമുണ്ട്. ചാമുണ്ഡി ദേവിക്ക് ആദ്യ ദിവസം പൊങ്കാല സമർപ്പണത്തോടെയാണ് ഉത്സവം തുടങ്ങുന്നത്. ഏപ്രിൽ 1 മുതൽ 12-ാം തീയതി വരെയാണ് ഈ വർഷത്തെ ഉത്സവം. ദശാവതാരം ചന്ദനം ചാർത്തും ഈ കൂട്ടത്തിൽ ഉണ്ട്. ഈ 100 കണക്കിന് ആളുകളാണ് ഇവിടെ പൊങ്കാല സമർപ്പിക്കാനെത്തുന്നത്. ഇവിടെ വരുന്നവർക്കെല്ലാം ഒത്തിരി ഗുണങ്ങളും മേന്മകളും കിട്ടുന്നുണ്ടെന്നാണ് ഞങ്ങൾക്കെല്ലാം വിശ്വാസം. ദശാവതാരം ചന്ദനം ചാർത്ത് നാളെ മുതൽ ആരംഭിക്കുകയാണ്. 12-ാം തീയതി വരെയാണ് നമ്മുടെ ദശാവതാരം ചന്ദനം ചാർത്ത്. ഏറെക്കുറെ 24 വർഷമായി നമ്മുടെ ക്ഷേത്രത്തിൽ ദശാവതാരം നടന്നു വരികയാണ്. കൂടാതെ പൊങ്കാല നടന്നു വരുന്നു. ഈ പൊങ്കാലയിൽ എല്ലാ വർഷവും ആൾക്കാർ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ഈ പൊങ്കാലയിട്ട് പകുന്ന എല്ലാ ഭക്തങ്ങൾക്കും അതിന് അനുസരിച്ചുള്ള മേന്മകളും ഗുണങ്ങളും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ദശാവതാരത്തിനോട് സംബന്ധിച്ച് നമ്മുടെ എല്ലാ ദിവസവും പ്രസാദകൂട്ടും സ്റ്റേജ് പരിപാടികളും നടക്കുന്നുണ്ട്. 12-ാം തീയതി കൂടി നമ്മൾ ഉത്സവം സമാപിക്കും. എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏപ്രിൽ 2 മുതലാണ് ദശാവതാരം ചന്ദനം ചാർത്തൽ. എല്ലാ ദിവസവും അന്നദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും. ഏപ്രിൽ 12-നാണ് സമാപനം. ഇഷ്ടകാര്യസിദ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനും നാടിൻ്റെ ഐശ്വര്യത്തിനുമെല്ലാമായാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നതെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. തുടർച്ചയായിട്ട് പൊങ്കാല ഇടുന്നതാണ്. 6 വർഷമായി പൊങ്കാല ഇടുന്നു. നല്ല ഈ നോയമ്പും വ്രതങ്ങളൊക്കെ നോക്കി ഈ പൊങ്കാല അർപ്പിക്കാൻ നമ്മൾ ഭയങ്കര സന്തോഷം, മനസ്സ് നിറയെ ഭയങ്കര സന്തോഷം കൊണ്ടാണ് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കൊണ്ടുള്ള ഒരു പൊങ്കാലയാണ്. പൊങ്കാല ഇടാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഭയങ്കര സന്തോഷം. എല്ലാ വർഷവും ഇടാറുണ്ട്. നമ്മൾ 2021 തുടങ്ങിയതാണ് ഇവിടെ തൃക്കയിൽ. എല്ലാ വർഷവും സാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ കാര്യസിദ്ധി ഒന്നും ഓർത്തിട്ടല്ല, എല്ലാ വർഷവും ഇടാൻ സാധിക്കണമെന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിടുന്നു. തുടങ്ങിയിടുന്ന മുടക്കിയിട്ടില്ല. സന്തോഷമുണ്ട്. വെങ്ങോല മുടപ്ലാപ്ലി തൃക്ക ക്ഷേത്രത്തിലെ ചാമുണ്ഡി ദേവിയുടെ പൊങ്കാല സമർപ്പണമാണ് നടക്കുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. കടുത്ത വേനലിലും നല്ല ചൂടാണ്. എന്നാൽ തന്നെയും ആ ഒരു കാലാവസ്ഥയൊന്നും വകവയ്ക്കാണ്ടാണ് ഇവിടെ ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത്. പാടത്തിന് നടുക്ക് പ്രകൃതി സുന്ദരമായ ഒരു ക്ഷേത്രമാണ് മുടപ്ലാപ്ലി തൃക്ക ക്ഷേത്രം.
ഇവിടെ ദശാവതാരം ചന്ദനം ചാർത്തലും 2-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. 12-ാം തീയതിയാണ് ഉത്സവം സമാപിക്കുന്നത്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നാടിൻ്റെ ഐശ്വര്യത്തിനും കാര്യസിദ്ധിക്കും എല്ലാം വേണ്ടിയാണ് ഇപ്പോൾ തുടർച്ചയായ 6ാമത്തെ വർഷമാണ് ഇവിടെ പൊങ്കാല സമർപ്പണം നടക്കുന്നത്. ക്യാമറമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.